അല്ല ഗൈസ്, അപ്പോൾ തുടങ്ങാം. വിനീത് വരപ്രസാദ് സംവിധാനം ചെയ്ത് ഹാരിഷ് കല്യാൺ, പ്രീതി മുകുന്ദൻ, സത്യരാജ് എന്നിവരെ പ്രധാന വേഷത്തിലെത്തിച്ച് ഇറങ്ങാൻ പോകുന്ന പുതിയൊരു തമിഴ് ചലച്ചിത്രമാണ്. അതിൻ്റെ ടൈറ്റിൽ ടീസറാണ് നമ്മൾ റിയാക്ട് പോകുന്നത്. സോ അപ്പോഴേ നമുക്കറിയാം ഏതാണ് സിനിമയുടെ പേരെന്ന്. അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം. ഹാരിഷ് കല്യാൺ നിങ്ങൾക്ക് അറിയാം, ലൂബർ പന്ത്, പാർക്കിംഗ്, ഡീസൽ സിനിമയിലേക്ക് അഭിനയിച്ച ആക്ടറാണ്. അപ്പോൾ വാ ഗൈസ്. തിങ്ക് സ്റ്റുഡിയോസ്. மாட்டிச்சு முழுசா ஒண்ணுமா பீஸ் போட்டுருவான். அடையாளமே தெரியக்கூடாது. நான் என்ன பண்ணியா ஆனா பீஸ் மிஸ் ஆகக்கூடாது. புரியுதா? இந்த வாட்டி பீஸ் டைரக்டர் ஆஃப் லிஃப்ட். நோ தர்கா ஒண்ணு இதுல அது பக்கத்தருவில் தான் இருக்கிறோம். நான் கூப்பிடுறேன். கேக்கலண்ணா கேக்கலண்ணா இவனுக்கு இவ்வளவு பழுத்தல்ண்ணா. directed by വിനീത് വരപ്രസാദ്. Guys, from the director of ലിഫ്റ്റ് ഏത് സിനിമ എന്ന് വെച്ചാൽ കവിൻ, തമിഴ് നടൻ കവിൻ്റെ ഒരു സിനിമ ഉണ്ട്. അതില് ഒരു ഹൊറർ പോലത്തെ ഒരു സിനിമ എന്തോ ആണ് അത്. ആ സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ ബാക്കി നോക്കാം. ഹാരിഷ് കല്യാൺ നല്ല സൈസൊക്കെ വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അസാസിനേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. எங்க தாண்டா இருங்க? அதானா தாசமகன். ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബ്രിട്ടോ മൈക്കിളാണ്. എനിക്ക് തോന്നുന്നു കണ്ടിട്ടൊരു റോ പടമായിരിക്കും. എന്താ പറയുക, ഒരു കട്ട ലോക്കൽ വെട്ടുകുത്തുള്ള ഇതിൽ ഹാരിഷ് കല്യാണിൻ്റെ ഒരു മെയിൻ റോള് കാണും. ഒരു ന്യൂ അവതാറായിരിക്കും സിനിമ. ഈ ടൈറ്റിൽ ഗ്ലിംസ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നല്ലൊരു മാസ് കാണുമെന്നാണ് തോന്നുന്നത്. ഹാരിഷ് കല്യാൺ ഭയങ്കര ലിസ്റ്റ് കേട്ടാ. എവിടെ ചെണ്ടൊക്കെ പഴയ ദശമകനാണ് സിനിമയുടെ പേര്, ടൈറ്റിൽ ദശമകൻ. സെറ്റ് സാധനം കേട്ടാ. അപ്പം ദശമകൻ എന്നാണ് ടൈറ്റിൽ നെയിം. കൊള്ളാം, ടൈറ്റിൽ ഗ്ലിംസ് കൊള്ളാം. ആൻഡ് എനിക്ക് തോന്നുന്നു ഹാരിഷ് കല്യാൺ ഒരു ന്യൂ അവതാറിലാണ്. നല്ലൊരു മാസ് ലുക്ക്, ബോഡിയൊക്കെ ബൾക്ക് ചെയ്ത് ആൻഡ് നല്ല മോഡലൊക്കെ ഉണ്ട്. കാണാനും ഒരു റോ ലുക്ക്. അതായത് ഇങ്ങനെ വന്നാൽ ഹാരിഷ് കല്യാൺ ഒരു ചോക്ലേറ്റ് ബോയെ പോലെയാണ്. കാണാനൊക്കെ നല്ല ലുക്കാണ്, ഒരു ഗ്ലാമറായിട്ട്, അല്ല ക്യൂട്ട് പൈനെ പോലെ. അത് ഇതിലും ഉണ്ട്. ആൻഡ് ഇതിലിപ്പോൾ ഉള്ള തീം മ്യൂസിക്, ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന റാപ്പ് സോങ്ങും കൊള്ളാം. ആൻഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതാണ് ഒരു റോ ടൈപ്പ് പടമായിരിക്കും. വെട്ട് കുത്തൊക്കെ, നല്ല ഫൈറ്റൊക്കെ കാണും. ഇപ്പൊ തന്നെ ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നു നല്ല ഫൈറ്റൊക്കെ ഉണ്ട്. ഒരു മാസ് അപ്പീൽ, അല്ലെങ്കിൽ ഒരു മാസ് അവതാറായിരിക്കും ഹാരിഷ് കല്യാണിൻ്റെത്. കണ്ടൊരു പുതിയൊരു ടൈപ്പ് ഓഫ് ഹാരിഷ് കല്യാണി ന്യൂ അവതാറായിരിക്കും. എന്തായാലും ടൈറ്റിൽ ഗ്ലിംസ് നന്നായിട്ടുണ്ട്, കൊള്ളാം. ആ ബാക്ക്ഗ്രൗണ്ടുകളും അല്ലെങ്കിൽ ഒരു അസാസിനേറ്റ് ചെയ്യുന്ന ആ ബിൽഡപ്പ്, ഹാരിഷ് കല്യാണി കൊടുക്കുന്ന ആ ബിൽഡപ്പ്. പടത്തിന്റെ പേര് ഒരു വെറൈറ്റി ആണ്, ദശമകൻ. എനിക്ക് തോന്നുന്നു
അവിടുത്തെ ആരെങ്കിലും റൗഡിയുടെ ഒരു മകനായിരിക്കും, അല്ലെങ്കിൽ അവിടെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന പേരൊക്കെ അങ്ങനെ ആയിരിക്കും. അതാണ് ആ ഫോണിൽ ആ റൗഡി പറഞ്ഞത്, അതായത് ദാസിന്റെ മകൻ അങ്ങനെ. കൊള്ളാം ഗൈസ്, ടൈറ്റിൽ ഗ്ലിംസ് കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ പടം വരട്ടെ. ഈ ബിൽഡപ്പ് പടത്തില് ടീസറിൽ മാത്രം പോരല്ലോ, പടത്തിലും വരണ്ടേ, പടം വരട്ടെ. എന്തായാലും ടൈറ്റിൽ ഗ്ലിംസ് കിടുക്കാച്ചിയായിട്ടുണ്ട്.